ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും വാരി വലിച്ച് ലോൺ തരുന്ന ഒരു RBI അപ്രൂവ്ഡ് ആപ്പിൻ്റെ NBFCയുടെ ഒരു തീവെട്ടിക്കൊള്ളയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും അറിയണം. ഇവർ ലോണ് ഒരുവിധം സിബിലുള്ളവർക്ക്, ഒരു 500-600 സിബിലുള്ളവർക്ക് ലോൺ വാരിക്കോരി കൊടുക്കും. ഓക്കെ, പക്ഷേ ഇവരുടെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇത് എടുക്കേണ്ട നമ്മൾ ചിന്തിക്കുക അവസാനമായിട്ട്. കാരണം അത്രത്തോളം പലിശയാണ് ഇവർ ഇതിൽ നിന്ന് ഈടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇവർക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവ്സും മറ്റു കാര്യങ്ങളും തെരുവിളിയും എല്ലാം ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, തെരുവിളിയുണ്ട്. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കളെയും കുറേ സബ്സ്ക്രൈബേഴ്സിനെയും വിളിച്ച് അവരുടെ എക്സിക്യൂട്ടീവ്സ് തെറി വിളിച്ചെന്ന് പറഞ്ഞു. അവരും തിരിച്ച് തെറി വിളിച്ചു. കാരണം അത്രയും തീവെട്ടി കൊള്ളയാണ്. ഞാൻ കണ്ടിട്ടില്ല മറ്റേതെങ്കിലും RBI അപ്രൂവ്ഡ് ആപ്പിൽ ഇത്രയും ഇൻട്രസ്റ്റ് വരുന്ന വേറൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ നിങ്ങൾക്ക് ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൂഫ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചില ആൾക്കാർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, എനിക്ക് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല, അവർ സിബിലിൽ ഇടുമെന്നൊക്കെയാണ് പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത്, അടച്ചടച്ച് എൻ്റെ ഊപ്പാട് വന്നു. നമ്മൾ എടുത്തപ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു, ഈസി ആയിട്ട് അവർ തന്നു. എനിക്ക് 565 സിബിലുള്ളായിരുന്നു, പക്ഷെ അവർ ലോൺ തന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആപ്പിന്റെ പേര് ആദ്യമേ തന്നെ വെളിപ്പെടുത്താം. അത് നിങ്ങൾ ആപ്പിന്റെ പേര് കേട്ടുകൊണ്ട് അങ്ങ് പൊക്കളയല്ലേ. 22,000 രൂപ ഇപ്പോൾ എനിക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കൊന്നാലും എടുക്കില്ല. കാരണം അത്രത്തോളം ഇൻട്രസ്റ്റ് ആണ് ഇവരിൽ നിന്ന് ഈടാക്കുന്നത്. നമ്മൾ അധ്വാനിക്കുന്ന പൈസ മുഴുവനും ഇവർക്ക് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഇതിന്റെ മറുവശം എന്ന് പറയുമ്പോൾ, നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബ്ലൈഡ് ആപ്പിനെ മാത്രമേ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ റിലേറ്റീവ്, നമ്മളുടെ ബന്ധങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മണി എമർജൻസി ആയിട്ട് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത്, എസ്പെഷ്യലി പേറുട്ടിക് എന്ന് പറയുന്ന ഈ ഒരു തീവെട്ടിക്കുള്ള ആപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അവർ പൈസയൊക്കെ തരും. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, നിങ്ങളെ പ്രൂഫ് ഉൾപ്പെടെ കാണിക്കുന്നത്, എനിക്ക് 22,000 രൂപ അവർ തരുമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ എടുക്കില്ല. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇതാ നോക്കൂ, 22,000 രൂപ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രിൻസിപ്പിൾ 11,000 രൂപ, ഇൻട്രസ്റ്റ് റേറ്റ് 396, പോസ്റ്റ് സർവീസ് ഫീ 880, അത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. പിന്നെ ടെക് ഫ്രീ 880, GST 317. ഈ ടെക് ഫ്രീ എന്താന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന അവർക്ക് എന്ത് ടെക് ഫ്രീ ആണ് അല്ലേ. അപ്പൊ ഏകദേശം 11,000 എടുക്കുകയാണെങ്കിൽ 13,275 രൂപ നമ്മൾ EMI അടയ്ക്കണം. ഇവിടെ 2 EMI ആയിട്ടാണ് കിട്ടുന്നത്, 2 മാസമായിട്ട്. ഓക്കെ, അത് EMI എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ കാണാം. പക്ഷെ നമ്മൾ 22,000 എടുക്കുകയാണെങ്കിൽ ഈ 22,000 രൂപ നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടുന്ന ഏകദേശം 17,500 നമുക്ക് ലോൺ EMI ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയോളൂ, ആ ലോണിൽ തന്നെ ഏകദേശം ഒരു 3-4 രൂപയുടെ ഡിഫറൻസ് വന്നു. അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു 3000 സംതിങ്ങിന് ഡിഫറൻസ് വന്നു. ഏകദേശം 6,000 രൂപയോളം നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. 6,000 അല്ല, 7,000 രൂപയോളം നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. കാരണം ഇത് ഒരു ഭയങ്കര തീവെട്ടിക്കൊള്ളയാണ്. അപ്പൊ RBI എങ്ങനെയാണ് ഇവരുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അംഗീകരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയ്ക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പൈസ തരുമെങ്കിലും വാരി വലിച്ചെടുക്കാതിരിക്കുക. ഇവർ നമുക്ക് ലോൺ തരുമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു പണ്ടൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ, നമ്മുടെ ഈ ചക്കരക്കുടം കണ്ടാൽ കൈയിടാത്ത ആരുമില്ല, അതേപോലെയാണ് ഇവരുടെ അവസ്ഥ. വളരെ നമുക്കൊരു പൈസയുടെ ആവശ്യമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും ആപ്പുകൾ 1,000-2,000 തരുന്ന സമയത്ത് ഇവർ 15,000-ഉം 22,000-ഉം ഒക്കെ തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പോകും. അടയ്ക്കുന്ന സമയത്താണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, സിബിൽ പോവും. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഞാൻ മുമ്പ് പറയുന്ന അതേപോലെയാണ് വീണ്ടും പറയുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വീട് വെക്കാനോ കാർ മേടിക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത്, എങ്ങനെ ഒരു ഇഷ്യൂ വന്നായിരുന്നു, അത് സിബിലിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുറ്റമല്ല, കാരണം ഇത് ഹ്യൂജ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ അടയ്ക്കാം, എങ്ങനെയെങ്കിലും അടയ്ക്കാം, അപ്പുറത്തെ ആളുടെ നിന്ന് 5,000 മേടിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തെ ആളുടെ നിന്ന് ഒരു 4,000 മേടിക്കാം, ചേച്ചിയുടെന്നോ അല്ലെങ്കിൽ മാമന്റെന്നോ കുറച്ച് കടം മേടിക്കാന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. പക്ഷെ അവസാനം എന്താണ് സ്ഥിതി, ആരും തരില്ല, നമ്മൾ സിബിലിലുമായി. പിന്നെ ഡെയിലി ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി പോവും. നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം നമുക്കത് അത് നമ്മുടെ ഒരു രീതിയിൽ വരില്ല. എന്നാലേ, കാരണം ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമായിരുന്നു. ഇത് ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ
ആപ്പിൽ നിന്ന് എടുക്കുന്നവർ സൂക്ഷിക്കുക. കാരണം ഒരുപാട് പേര് ഇന്ന് കംപ്ലൈന്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് റിപ്പോർട്ട് അടിക്കുക. റിപ്പോർട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ RBIയുടെ സൈറ്റിൽ ചെന്ന് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ അത് കംപ്ലൈന്റ് കൊടുക്കുക. ഹ്യൂജ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് എടുത്തിട്ടുള്ളവർ ഒരുപാടുണ്ട്, അവർക്ക് അറിയാം ഇതിന്റെ കാര്യങ്ങളെ പറ്റി. അപ്പൊ അവർ ഒന്ന് ചിന്തിക്കുക, ഈ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പേ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ചിന്തിക്കുക. ഞാനിപ്പോൾ ലോൺ എടുക്കാൻ മെയിൻ ആയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രൂ ബാലൻസും ബ്രാഞ്ചുമാണ്. കാരണം അവര് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരുവിധം ക്യാഷ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് ഏകദേശം ട്രൂ ബാലൻസിൽ നിന്ന് 40,000-50,000 രൂപയുടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് കിസ്ത് അങ്ങനെയുള്ള ആപ്പൊക്കെ ഉണ്ടല്ലോ, RBI അപ്രൂവ്ഡ് ആപ്പൊക്കെ, അതൊക്കെ നമുക്ക് 1 വർഷം ടൈമിങ്ങും നമ്മൾ സാധാരണ ബാങ്ക് കൊടുക്കുന്ന 1-2 വർഷം ടൈമും കാര്യങ്ങളും എല്ലാം തരും. EMI ഏകദേശം 2,000-നുള്ളിലേക്ക് നമുക്ക് വലിയ എമൗണ്ട് എടുക്കുന്നെങ്കിൽ അടയ്ക്കേണ്ടി വരുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ വ്യാജ ആപ്പ് ഇപ്പോഴും എന്താ പേരൊക്കെ മാറ്റി ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നിൽ ഒരാൾ ആത്മഹത്യ ചെയ്തായിരുന്നു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെറുതെ നമ്മുടെ ജീവിതം പാഴാക്കരുത്. കാരണം ഇപ്പോൾ AI-യും മറ്റു കാര്യങ്ങളും സാങ്കേതിക വിദ്യ ഉള്ള സമയത്ത് ഒരാളുടെ പടം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ കണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാനോ ടെൻഷൻ അടിക്കാനോ പോയി നിന്നാൽ അതിനേ കാലമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ലോൺ ആപ്പിന്റെ മറ്റു കാര്യങ്ങളും വ്യാജ ലോൺ ആപ്പിന്റെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ആപ്പുകൾ, അതുപോലെ സിബിൽ ഇല്ലാതെ പിന്നെ ചില സർട്ടൻ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് മാത്രം കൊടുക്കുന്ന NBFCs ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വരാൻ പോകുന്ന വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ്